സുന്നി മഹല്ല് എല്ലാത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി കഴിഞ്ഞ 15 കൊല്ലങ്ങളോളമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ബന്ദറിലുള്ളതായ ഓഫീസിൽ ഈ 15 കൊല്ലത്തിൻ്റെതായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല വിശാലമായ ഒരു ഓഫീസ്, ആ ഓഫീസിലേക്ക് നമ്മൾക്കുള്ള പ്രവർത്തനം നമ്മൾക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് നമ്മുടേതായ സംഘടനാ നേതാക്കൾ ചിന്തിക്കുകയും അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം നമുക്ക് ആസ്ഥാനമായിക്കൊണ്ട് അഡ്യാർ കണ്ണൂരിൽ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താൻ ഉലമ ഖമർ ഉലമ എ.പി. ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുഞ്ചിരിക്കുന്ന മുഖം ഒരുപാട് കാലം കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവറുകളുടേതായ ആ ദിവ്യഹസ്തത്തിൽ കുറ്റടിക്കുകയും ശിലാന്യാസം നടത്തുകയും ചെയ്തതായ ആ നമ്മുടേതായ സുന്നി ആസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ട് അത് പൂർത്തിയാക്കി കാണാൻ, അതിൽ ഞങ്ങളുടേതായ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എന്നും ദുആ ഇറക്കേണ്ടതായ ഒരു കാര്യം കൂടിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ആ കൈകൊണ്ട് തുടങ്ങിയതായ ആ നമ്മുടെ ആസ്ഥാനം ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നവരെ നമ്മുടേതായ SCDCൻ്റെതായ ആ ജമിയത്തുൽ മുഅല്ലിമീൻ്റെതായ പ്രവർത്തനം നമുക്ക് കൂടെ പടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടേതായ പ്രവർത്തനം ഇന്ന് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ കൈകൊണ്ട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ദുആ കൊണ്ട് നമുക്കത് ആ സംരംഭം ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു പരിപാടിൻ്റെ തുടക്കമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്കൂടെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുകയും ആ എത്തലോടുകൂടി നമ്മുടെ ഈ പരിപാടി പിരിച്ചുവിടുകയും എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് ലൈനായിക്കൊണ്ട് നമ്മുടെ ആസ്ഥാനത്തിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് പോവുകയും ഓഫീസിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അവിടെ നടക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നേതാക്കൾ അറിയേണ്ടതായ ഒരു കാര്യം ഞാൻ നിങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് മുഅല്ലിമീങ്ങൾ മൗനമായ പ്രവർത്തനം നടത്തുന്നതായ ഒരു വിഭാഗമാണ് മുഅല്ലിമീങ്ങൾ. അവർക്കുള്ള കുടുംബത്തിൻ്റെതായ പ്രയാസങ്ങൾ, കുടുംബത്തുള്ളതായ പ്രശ്നങ്ങൾ, അതുപോലെ അവർക്കുള്ളതായ മക്കൾക്കുള്ളതായ വിഷമങ്ങൾ എല്ലാം അവർ മാറ്റിവെച്ചുകൊണ്ട് അവർക്കുള്ളതായ ആരോഗ്യവും അവർക്കുള്ളതായ ആയുസ് എല്ലാം സമുദായത്തിൻ്റെ മക്കളുടെയും ആ അഭിവൃദ്ധിക്ക് വേണ്ടി അവിടെ പണയം വെച്ചുകൊണ്ട് ഓരോ മഹല്ലത്തിൻ്റെതായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ആ നമ്മുടെ മുഅല്ലിം പ്രസ്ഥാനം, ആ മുഅല്ലിമീങ്ങൾ അവർ ഈ കഴിഞ്ഞ 15 കൊല്ലത്തോളമായിക്കൊണ്ട് നമ്മുടേതായ കർണാടകയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടേതായ ആലിമീങ്ങളും ഉമറാക്കളും എല്ലാവർക്കുള്ളതായ ഒത്താശയെ കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 40ഓളം വരുന്നതായ മഹല്ലുകൾക്ക് നമ്മുടെ SCDCന്റെ വകായിക്കൊണ്ട് ആ ശമ്പളത്തിന് വകായിക്കൊണ്ട് ഇന്നും ആ ശമ്പളത്തിന് വക പൈസ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടേതായ കർണാടകയിൽ മദ്രസയിൽ പഠിക്കുന്നതായ ഒരു 3000ഓളം വരുന്നതായ ആ യത്തീം മക്കൾ അവർക്കുള്ള പരീക്ഷാ ഫീസ്, അതുപോലെ ഫ്രീ ആയിട്ടുള്ള പാഠകിതാബുകൾ ഇത്യാദി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മദ്രസകൾക്ക് ഫർണിച്ചറിന് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ആ സേവനം നടത്തിക്കൊണ്ടുള്ളതായ SCDC ഇപ്പോൾ സ്ഫടിക സംഭ്രമം അതിൻ്റെതായ 15ാം വാർഷികം നടക്കുന്നുണ്ട്. അതിൻ്റെ 15 പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ പല പരിപാടികളും കഴിഞ്ഞു. മുഅല്ലിം മുസാബഖ അതിൻ്റെതായ സ്റ്റേറ്റ് നിലക്കുള്ള സ്ഥലത്തിലുള്ളതായ പരിപാടി 5ാം തീയതിക്ക് ഗാന്ധിനഗർ സുള്ളിയിൽ നടക്കുകയാണ്. ജില്ലാ കമ്മിറ്റികളിൽ ആ മുസാബഖ നടന്നു. ഇനിയിപ്പോൾ നമ്മൾക്കുള്ളതായ മുഅല്ലിമീങ്ങൾക്കുള്ള സംരംഭമാണ് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ കൊണ്ട് നമ്മുടെ പുതിയൊരു ഓഫീസ് ഉദ്ഘാടനം നടത്തുക എന്ന്. അതിൻ്റെതായ കർമ്മത്തിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയുമാണ് നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തലാക്കി തീർക്കുമാറാകട്ടെ എന്ന് ദ്വാരന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സംരംഭത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെ നേതാവായ ബഹുമാനപ്പെട്ട മാണി ഉസ്താദാണ്. മാണി ഉസ്താദ് അവർക്ക് SCDC സുന്നി എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കമ്മിറ്റി ഓഫ് കർണാടക ഈ സംഘടന പേരിൽ ഞാൻ ആർദ്രമായ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഈ വേദിയെ ദുആ കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ നേതാവും അതുപോലെ
എന്ത് പ്രയാസങ്ങളും വരുന്ന സമയത്തിൽ നാം ബന്ധപ്പെടുന്നതായ നമ്മുടെ സയ്യിദ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലുള്ളതായ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മുഅല്ലിം പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും നമ്മുടെ എല്ലാ പരിപാടിയിലും വന്നുകൊണ്ട് നമുക്ക് ദുആവും അതുപോലെ ആശീർവാദങ്ങളും ഉപദേശങ്ങളും നൽകുന്നതായ ബഹുമാനപ്പെട്ട നിക്കിലാടി ഇസ്മായിൽ ഹാജി ഉസ്താദ്, ബഹുമാനപ്പെട്ടവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിനും ഞാൻ ആർദ്രമായ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വേദിയിലുള്ളതായ അബൂ സുഫിയാൻ ഉസ്താദ്, അതുപോലെ കെ ഇ സാലത്തൂർ, ബഹുമാന സുന്നി ഫൈസി, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മഹല്ല് സ്ഥലം ഖതീബ് ഇവിടെ അലികുഞ്ഞി സഖാഫി ഉസ്താദ്, അതേപോലെ നമ്മുടെ ഉമറ നേതാവായ ബൈരക്കൽ ജമാഅത്തിന്റെ ജയ്യനായ പ്രസിഡന്റ് ബി അബൂബക്കർ അവറുകളും, അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പെൻഷൻ സമിതിയുടേതായ ചെയർമാനുമായ ബഹുമാനപ്പെട്ട ജലീൽ സഖാഫി ഉസ്താദ്, അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓകെ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ദാറുൽ ഇസ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ പ്രധാന കാര്യദർശിയും ജില്ലാ SYSന്റെ പ്രധാന കാര്യദർശിയുമായ മൂളൂർ സിദ്ദീഖ് സഖാഫി അവர்களுം, അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും, അതുപോലെ ഇന്ന് പ്രധാനമായിക്കൊണ്ട് നമ്മുടെ AP ഉസ്താദിന്റെ കയ്യിൽ നമ്മുടെ പ്രയാസങ്ങൾ മദ്രസ പ്രശ്നത്തിൽ അംഗീകാര പ്രശ്നം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടതായ 5 മഹല്ലത്തിന്റെ ആൾക്കാർക്ക് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു സാന്ത്വന, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കമ്മിറ്റി തീരുമാനിക്കുകയും 5 മഹല്ലത്തിന്റെ ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഉസ്താദിന്റെ കയ്യിൽ തന്നെ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടേതായ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടിയും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എല്ലാവരും ദ്വാരക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭ്രമം അവിടെ പൊരുത്തത്താക്കി തീർക്കുമാറാകട്ടെ എന്നതോടുകൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മാണി ഉസ്താദിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് ആഹ്വാനിക്കുന്നു. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹിരിയ നേതാവ് ബഹുമാനപ്പെട്ട നിക്കിലാടി ഇസ്മായിൽ ഹാജി ഉസ്താദ് ആണ്. ബഹുമാനപ്പെട്ടവരാതെ ഭൂഷണിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. أما بعد. ബഹുമാനമുള്ള പിർസപ്പെട്ട ഞങ്ങളെല്ലാവരുടെ നേതാവായ ബഹുമാനപ്പെട്ട ഹമീദ് ഉസ്താദ് മാണി ഞങ്ങളെ എല്ലാ സമയത്തും ഞങ്ങളെ വേണ്ടി ദുആറക്കട് എല്ലാ സംഘടനയുടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങൾ, ബാക്കി ഉസ്താദന്മാർ നാണ് ഈ പരിപാടിಗೆ കൂടಬೇನಾയിട്ട് വന്നര്. ನಾನು ഉദ്ഘാടനಕ್ಕೆ വന്നരല്ല. ನಾನು ഉസ്താദന്മാരെ ദുആൽ കൂടിയിട്ട് ഈ പരിപാടിയെല്ലാം കണ്ടിട്ട് നോക്കി പോണോട്ടോ ചൊന്നിട്ട് ನಾನು ಬಂനാൽ. ನಾನು ഉദ്ഘാടന നക്കിപ്പ ബഹുമാനപ്പെട്ട ഞങ്ങളെ ഈക്കുവേനായി ജാവും പോലോ കഷ്ടപ്പെട്ടെ ജപ്പുസ്താദ് ബിൽച്ചപ്പ മാത്ര നക്ക് ഉദ്ഘാടന ಹಾಕೋಣോട്ട് ಬಂತಾಯಿ. ആലിമീങ്ങള് ഉസ്താദന്മാരെ സദസ്സിൽ ഒരു ഉദ്ഘാടന ആക്കുമ്പോഴത്തേക്ക് ഐക്ക് ഒരു നിയമക്കീമെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട ധരിക്കുന്ന ഉസ്താദന്മാരെ നക്കിപ്പോ ഞങ്ങളെ ബഹുമാനപ്പെട്ട ജപ്പുസ്താദ് നിന്റെ ബിലിക്കുമെന്നൊക്കെ കൊണ്ടായ പിന്നെ നക്കൊരു അഭിമാനം തരേ ചൊന്നെങ്കിൽ ഈ SCDC അണ്ടിതിരെ പേര് ഇങ്ങനെയല്ലാത്ത അതിരെ ഫസ്റ്റ് പ്രസിഡന്റ് എന്നാണ്. നക്ക് അങ്ങനത്തെ ഒരു അഭിമാനം ഇതിലുണ്ട്. ഒന്ന് രണ്ടാമത് ഒരു റൂമ് ഞങ്ങൾ ഫസ്റ്റ് മിനാർ കോംപ്ലക്സിൽ ഒരു റൂം ആക്കുന്ന അണ്ട് നിങ്ങൾ ആരുമില്ല
അണ്ട് ഒന്നാണ് ഞങ്ങളുടെ സുന്നി പൈസ അണ്ടുണ്ട് ആ ചെറിയവർ റൂമ് 2000 വാടികക്ക് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന MA ഉസ്താദ് വന്നിട്ട് ഉദ്ഘാടനാക്കിയ ഒരു റൂം இந்த ரூம் போயிட்டு எல்லாம் பெரிய சௌகரியத்து SCDC സംഘടന അത് ലോകത്ത് അറിയപ്പെട്ട സംഘടന അണ്ട് കൊറിയ ആളിനെ അണ്ട് നാണ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൈക്കം അബ്ദുള്ള സഖാഫി ഇന്ത്യയിൽ ഊടല്ല അയാൾ പ്രധാന കാര്യദർശിയായിട്ട് ഒരു സംഘടന അണ്ടിന് അണ്ട് സുന്നി ഉസ്താദ് ഞങ്ങളിട്ട് കയ്യിൽ ആ റൂം ഉദ്ഘാടനം എല്ലാ സമയത്തും മണ്ടി അങ്ങനത്തെ ഒരു അഭിമാനം നക്കൊണ്ട് ആ സംഘടന ഇണ്ടത് വലിയ ഉഷാറായിട്ടുണ്ടല്ലേ നല്ല റാഹത്തിൽ 15ാം വാർഷിക നല്ല അഭിമാനത്തോടു കൂടി അതിലെ ബന്ധു ചൊല്ലത് അൽഹംദുലില്ലാഹി അൽഫ അൽഫ മറ ഭാര്യ റാഹത്ത് ഈ സംഘടന 15 വർഷം ഇത് മാത്രമല്ല അതിൽ മക്കൾക്ക് പാവത്തേക്ക് ആയിരക്കണക്കിൽ അങ്ങനെ പരീക്ഷയുടെ പൈസ അത് വാർഷികത്തിൽ ഓതുമ്പത്തേക്ക് അവിടെ അത്ര പൈസ ആ മക്കൾക്ക് ഈ സംഘടന സഹായാക്കലുണ്ട് അതിന് നല്ല ഒരു ബിൽഡിംഗ് ഇതിന്റെ മേലിൽ സുൽത്താൻ ഉലമ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇപ്പൊ ഉദ്ഘാടനാക്കാൻ പോണ്ട് നിന്റെ ബഹുമാനപ്പെട്ട പിൽസപ്പെട്ട ഉസ്താദന്മാർ നിങ്ങൾ എല്ലാവരും ഈ സംഘടനക്ക് വേനായിട്ട് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാനൊക്കെ സാധ്യമുണ്ടോ അത് എല്ലാം നിങ്ങൾ ചെയ്തിട്ട് മുഅല്ലിം മുസാബഖാണ്ട് മുന്നാ സുബ്ഹാനല്ലാഹ് അത് നല്ല ഒരു കാര്യക്രമ മുഅല്ലിമീങ്ങളെ പാട്ടും ബൈത്തും മാലം ബുർദും അതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ് മനസ്സിക്ക് റാഹത്ത് അത് വർഷ ഈ സംഘടനയുടെ കീഴിൽ ആക്കിയിട്ട് നല്ലതായിട്ട് ചില അഭിപ്രായം ഉണ്ട് ചില പ്രൈസ് കിട്ടാത്ത ജാഗയ്ക്കു അത് ബേജാറുണ്ട് ഇല്ലതിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇനി ദിവസം ഞങ്ങൾ ആക്കെങ്കിൽ അതൊക്കെ ഇൻഷാല്ല കിട്ടിയോണ്ട് വിചാരിക്കാം ഇപ്പൊ SCDC ഈ സംഘടന ഇപ്പത്തെ നേതാക്കള് ഞങ്ങളുള്ള ആയെങ്കിലും പിൽസപ്പെട്ട മൂമിനീങ്ങളെ നക്ക് വില ആഫിയത്തില്ല നാണ് എല്ലാത്തും നാ ബന്നോണ്ടിക്കര നാ എന്തേക്ക് ബന്നോണ്ടിക്കര ചൊന്നെങ്കിൽ നാ സാധാരണ ചൊല്ല കിട്ടുണ്ടു നക്കതല്ല ഒരു സീറ്റ ഒരു പ്രസിഡന്റ് നക്ക് എന്തും നക്ക് വേണ്ട ഒരു മെമ്പർ അത് എന്തേക്ക് ചെന്നെങ്കിൽ നാന് മറിച്ചെങ്കിൽ നക്ക് നിങ്ങൾ ഒരു ഉദ്ദേശം മാത്രം 40 റേഞ്ച് ഉണ്ട് 40 റേഞ്ചിലെ ഉസ്താദന്മാർ ഇസ്മാലാജി ഞങ്ങളിട്ട് ഗിൻത്ത് അയാളും മറിച്ചു പോയിട്ടുണ്ട് ഒരു ദിക്ർ ചൊന്നിട്ട് നക്ക് നിങ്ങൾ ദ്വാരനെങ്കിൽ അതത്ര വലിയ നക്ക് വേറെ എന്ത് ഇല്ല ചൊല്ല് ഒരു ഉദ്ദേശത്തിൽ മാത്രം വെച്ചിട്ടായിട്ട് എല്ലാ മീറ്റിംഗും സംഘടനകളും സമ്മേളനത്തിലും ഞാൻ വന്നോണ്ടിരിക്കേ അതുകൊണ്ട് എന്റെ പിരിച്ചപ്പെട്ട ഉസ്താദന്മാർ നിങ്ങൾ എല്ലാവരും ജപ്പമതിനെ പോലത്തെ ബഹം ഉസ്താദന്മാർ KK കാമില് അതുപോലെ ഞങ്ങളുടെ സുലൈമാൻ സഖാഫി ജലീൽ സഖാഫി ഇതുപോലത്തെ മഹാമാർ റഷീദ് മൊയ്ലാർ എവിടെ ഈ ചെമ്മ കഷ്ടപ്പെടുന്നത് അയക്ക് വയസ്സായിട്ട് അങ്ങനെയൊക്കെ ഉള്ളേട്ട് മാത്ര ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ നിങ്ങൾ എല്ലാവരും ജാവും പോലും ഐക്യവേനായി സ്വരാക്കിട്ട് ഈ സംഘടനയെ അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട ഒരു സംഘടനയാക്കി തീർക്കട്ടെ അതിരൊട്ടിಗೆ ഞങ്ങൾ എല്ലാവർക്കും ഈക്കവേനായിട്ട് ജാവും പോലെ സ്വറാക്കൊണക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ തൊട്ടിಗೆ സഹമാനപ്പെട്ട നന്റെ ഈ നക്ക് ഉദ്ഘാടനാക്ക ഈ അവസരം തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി ചൊന്നിട്ട് വാഹനത് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേരിൽ ഈ ഉദ്ഘാടനാക്കി ചൊന്നിട്ട് വാഹനദാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉദ്ഘാടനയ്ക്ക് ബഹുമാനപ്പെട്ട ഇസ്മാലാജിക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ നിങ്ങളുടെ അധ്യക്ഷ ഭാഷണായിട്ട് ബഹുമാനപ്പെട്ട അമീർ ഉസ്താദ് ജംബ പലക്കപ്പനായിട്ട് ആരംഭിച്ചു. بس استبدله
അബ്ബാസ് ഉസ്താദ് എല്ലാ ഉസ്താദന്മാരുള്ളായിരിക്കും. അബ്ബാസ് ഉസ്താദ് വന്നില്ല, അങ്ങനെ ആകുമ്പോൾ പിന്നെ തുടങ്ങാനാണ്. അയാൾ വരുമ്പോൾ കല്യാണം എണിക്കണം ഉസ്താദ്. ഞാൻ അതിനല്ല നിങ്ങൾ ചെല്ലേണ്ട പോലെ ചെല്ലുന്ന നിങ്ങൾ ചെല്ലണം. അതങ്ങ് ഞമ്മല്ല വെറുതെ മുണ്ടിക്കണം. ഞങ്ങൾക്ക് അത് ചെല്ലാൻ അറിയുന്നില്ല അതിനെ. നമ്മുടെ വേദിയിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ഉസ്താദ് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവർക്ക് SCD സഭയ്ക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കർണാടക രാജ്യ വഖഫ് ബോർഡിന്റെ നിർദ്ദേശക ബഹുമാനപ്പെട്ട ഷാഫി സൈദി, അതുപോലെ മദനി ശേഷൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് കാജൂർ തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട SSF ജില്ലാ സമിതി അധ്യക്ഷൻ നവർ സാദ് ഉസ്താദ്, അതുപോലെ സാദിഖ് മലപ്പെട്ട് SSF കർണാടക രാജ്യ സമിതി, എല്ലാവർക്കും SCD സഭയ്ക്ക് ആദ്യമായി സ്വാഗതമാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അധ്യക്ഷ ഭാഷണം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ وعلى آله وأصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങളെ, അതുപോലെ തന്നെ ഉസ്താദന്മാരെ, നേതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടിയ മജ്ലിസ് അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഖിദ്മത്ത് ചെയ്ത് അള്ളാഹിൻ്റെ പൊരുത്തം സമ്പാദിച്ച് അള്ളാഹിൻ്റെ അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി നസുഹായ തൗബയോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഇതിപ്പോൾ നമ്മളൊരു നല്ല ഒരു കാര്യത്തിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയത്. എല്ലാവരും, ഞാനും നിങ്ങളെല്ലാവരും, നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. 10:15 വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 10:15 ആവണമെങ്കിൽ ഇപ്പോൾ 10 മണിയായി. അപ്പോൾ ഒരു 1/4 മണിക്കൂറിൻ്റെ സമയമാണ്. ഞാൻ പിന്നെ കൂടുതലായി ഇപ്പോൾ ഒരു സംസാരിക്കേണ്ട വേദിയല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പല വിധത്തിൻ്റെ നിഅമത്ത് ചെയ്ത കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരു ദീനിൻ്റെ ഖിദ്മത്തിൻ്റെ അഹ്ലികാരായിട്ട് അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തത് നമുക്ക് ചെയ്ത നിഅമത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന നിഅമത്താണ്. ആ ഖിദ്മത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വണ്ണമായ ഒരു നിഅമത്താണ് നമ്മുടെ ഇസ്ലാം സന്തതികൾക്ക്, കുട്ടികൾക്ക് മദ്രസ് പഠിപ്പിച്ച് അവരെ തർബിയത്താക്കിയിട്ട് അവരെ മെച്ചപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മുഅല്ലിം സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ ഒരു ബർക്കത്തുള്ള ഒരു സമൂഹമാണ്. അതിൻ്റെ ബർക്കത്ത് എല്ലാ സ്ഥലത്തും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല ദുആ ഉമ്മത്തിന് വേണ്ടി ദുആറുന്ന കൂട്ടത്തിൽ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആറുന്നിട്ടുണ്ട്, പ്രത്യേകമായിട്ട് ദുആറുന്നതുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅല്ലിമീൻ വതിൽ അഅമാറഹും വബാരിക് ലഹും ഫീ മഈശതിഹിം വകസ്ബിഹിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ദുആറുന്നിട്ടുണ്ട്. ആ ദുആറിന്റെ ഫലമാണ് നമ്മളൊക്കെയും ഇപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ 1400 ചില്ലാനം കൊല്ലത്തിന് മുമ്പ് ദുആറുന്ന ദുആയാണ്. അല്ലാഹ് നീ മുഅല്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം. അപ്പോൾ വരുന്ന ഏറ്റക്കുറവ്, തെറ്റുകുറ്റങ്ങൾ എല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കാലം കൂട്ടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ദുആറുന്നിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യക്കാരാണ് നമ്മൾ ആ വിഷയത്തിൽ. അത് ഖാസായിട്ടുള്ളത് എല്ലാ മുഅ്മിനീകൾക്കും തങ്ങൾ ദുആറുന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുഅല്ലിമീങ്ങൾക്ക് ഖാസായിട്ട് ദുആറുന്നതാണ്. കൂടാതെ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ വതിൽ അഅമാറഹും, പിന്നെ രണ്ടാമത്തെ ദുആ അവരെ ആയുസ് അല്ലാഹ് നീ നീട്ടിക്കൊടുക്കണം. അപ്പോൾ അത് ദുആയാണ്.
അപ്പോൾ കാരണം എന്താ, അത് വലിയ അവരെ കൊണ്ടുള്ളതായിരിക്കുന്ന ഉപകാരം ഇവിടെ സമൂഹത്തിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവരെ ആയുസ്സിന് നീട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നിട്ടുണ്ട്. എന്നിട്ട് ദ്വാരുന്നത് എന്താ, അതിന്റെ ശേഷം ബാരിക് ഫീ മആയിശിഹിം, അവർക്കുള്ള മഈശത്തിന്റെ കാര്യത്തിൽ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണമെന്ന്. പിന്നെ കസ്ബിഹിം, അവർ ചെയ്യുന്ന ജോലിയിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാരുന്നിട്ടുണ്ട്. ആ ബർക്കത്താണ് കാണുന്നത്. കാരണം ഏറ്റവും വലിയ പിന്നെ കുറഞ്ഞ ശമ്പളത്തിലേക്ക് പണിയെടുക്കുന്ന കൂട്ടർ വലിയ ഐശ്വര്യക്കാർ പോലെ കഴിയുന്നുണ്ട്. ഇതിൻ്റെ അട്ടിയപ്പുറത്തെ രേമത്തിന് എന്താ വേണ്ടത്? ഒരു പണക്കാർക്കും കൂടിയിട്ട് ഇല്ലാത്ത സൗലഭ്യവും സൗകര്യവും നമ്മൾക്കുണ്ട്. ഒരു മുഅല്ലിമായി കഴിഞ്ഞെങ്കിൽ നല്ല പാർക്കാനുള്ളതായിരിക്കുന്ന റൂമും, പിന്നെ വക്തിന് ഭക്ഷണം, അത് വലിയ ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ട് ഉസ്താദിൻ്റെ ചോറെന്ന് പറഞ്ഞിട്ട് നല്ല ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് കാലിൻ്റെ അടിക്ക് കൊടുത്തിട്ട് കൊടുക്കുന്നു. പിന്നെ മദ്രസിൻ്റെ ജോലിയായെങ്കിലോ ഒരു 2-3-4 മണിക്കൂറാണ് ഒരു ദിവസത്തിന് ജോലിയുള്ളത്. ഈ 4 മണിക്കൂർ സമയം അങ്ങനെ പഠിപ്പിച്ചെങ്കിലും ബാക്കിയെല്ലാം റെസ്റ്റാണ്. ഇതിനായിട്ട് പുറത്തെ സൗകര്യം ഇതിന് വേണ്ടി 24 മണിക്കൂറിൽ 4 മണിക്കൂറിൽ പിന്നെ 20 മണിക്കൂറില്ല, പിന്നെ എല്ലാം ഓർക്ക് തന്നെ ഉള്ളത്. അത് ആ റെസ്റ്റ് അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം. പിന്നെ ശരിക്കും കിടന്നാലും ഉറക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ പണി കുറച്ചോ അധ്വാനം കുറച്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ നേരത്തിന് നേരം ഉറങ്ങാനും കഴിയുന്നുണ്ട്. രണ്ടിടത്ത് പ്രസംഗമുണ്ട്. രണ്ടിടത്ത് അവിടെയും പ്രസംഗം രണ്ടായും ബുദ്ധിമുട്ടാവല്ല. അപ്പോൾ നേരത്തെ കിടന്നെങ്കിൽ ഉറക്കും വരുന്നു. അപ്പോൾ ഇങ്ങനെല്ലാം ഒരുപാട് നിഅമത്തുകളുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ശമ്പളം എന്ന് ചോദിച്ചെങ്കിൽ അത് മുഅല്ലിമുകളുടെ ശമ്പളമാണ്. നോക്കുമ്പോൾ എന്തും അത് എത്തിച്ചിട്ട് കുറവില്ല. വലിയ ഐശ്വര്യക്കാർ കഴിയുമ്പോൾ നല്ല റായത്തിൽ കഴിയും. നല്ല 1-ാം നമ്പർ വാച്ച് വേണമെങ്കിൽ അങ്ങനെ, പിന്നെ മൊബൈൽ വേണമെങ്കിൽ ഏറ്റവും മുന്തിയ മുതലാളിമാർ കയ്യിൽ പിടിക്കുന്ന മൊബൈൽ, പിന്നെ കാറ് വേണമെങ്കിൽ അങ്ങനെ. ഇനി എന്ത് സൗകര്യക്കുറവുണ്ട് പടച്ചോന്. ഇത്ര ചില ശമ്പളക്കാർക്ക് ഇതാണ് വന്ന കച്ചവടം. ഇതന്നെ നമുക്ക് ചിന്തിച്ചെങ്കിൽ ഇത് വലിയൊരു വൃത്തിയുണ്ട്, വയലുണ്ട് സഹോദരന്മാരെ. അപ്പോൾ അള്ളാഹു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ബർക്കത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ നിലനിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ നിയമത്തുകൊണ്ട് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കിങ്ങനെ അള്ളാഹു നിഅമത്ത് ചെയ്യുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നമ്മൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ശുക്ർ നമ്മളിൽ വേണം. അള്ളാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, എൻ്റെ അടിമകളെ നിങ്ങൾ ചെയ്ത നിഅമത്തിലേക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ ലഅസീദന്നകും, ഞാൻ ഇനിയും നിങ്ങൾക്ക് ഏറ്റിത്തരുമെന്ന് പറക്കല. നിങ്ങൾക്ക് നേരെ മറിച്ച് വഇൻ ശകർതും വഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദികേട് പ്രവർത്തിച്ചെങ്കിലോ ഞാൻ നിങ്ങളെ വിടൂലാണ്. നിങ്ങൾ എത്ര വലിയ ആയെങ്കിലും നിങ്ങളെ വലുതാക്കിയത് ഞാനാണ്. ഇനി നിങ്ങൾ അഹങ്കരിക്കുകയാണെങ്കിലോ ഞാൻ നിങ്ങളെ വിടൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വലിയ കനത്തിൽ പറയുന്നു. ഇന്ന അദാബി ലശദീദ്, തീർച്ചയായിട്ടും എൻ്റെ അദാബ് വലിയ കഠോരമായതാണ്. അത് കടപിടിക്കാൻ സാധ്യമല്ല, സഹിക്കാൻ സാധ്യമല്ലാത്ത അദാബാണെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മുഅല്ലിമീങ്ങളായ സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഈ നിഅമത്ത് വലിയ കനത്ത നിഅമത്താണെന്ന് മനസ്സിലാക്കി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മുടെ ഇഖ്ലാസിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി നമ്മൾ ഖിദ്മത്ത് എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫലം നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ മഞ്ഞാടി ഉസ്താദ് ഇവിടെ നമ്മൾക്കുണ്ട്, ബഹുമാനപ്പെട്ട കാജൂർ തങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഗുജറ തങ്ങളുണ്ട്. എല്ലാ നേതാക്കളും ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് 10:15 മണിയാകുമ്പോൾ നമ്മുടെ ഈ പരിപാടി തീർക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതും പിരിയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹാലുകളെല്ലാം അള്ളാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ആരോഗ്യ സച്ചിവ വീട്ടിൽ ആദരവെന്ന് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട് ഒരു ആശംസ അറിയിച്ചു പോയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ശറഫുൽ ഉലമ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, അതേപോലെ ബഹുമാനപ്പെട്ട ഷാഫി സൈദി, എല്ലാവരും നമുക്ക് ആശംസാ പ്രസംഗം നടത്തുന്നുണ്ട്. ഇതിന് മുമ്പായിക്കൊണ്ട് KMJC കർണാടക രാജ്യ പ്രധാന കാര്യദർശി അബൂ സുഫിയാൻ ഉസ്താദ് 2 വാക്ക് സംസാരത്തിന് വേണ്ടി ആദരവ് ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله. يلا جنب من يقول السلام عليكم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ಗೌರವಾನ್ವಿತ ನಮ್ಮೆಲ್ಲ ಸಾದಾತುಗಳೇ, ಮಶಾಯಿಖ್ಗಳೇ, ನನ್ನ ಆತ್ಮೀಯ ಸಹ ಕಾರ್ಯಕರ್ತರೇ, SCDCಯ ಒಂದು ವರ್ಷದ ದೀರ್ಘಾವಧಿಯ ಕಾರ್ಯಕ್ರಮಗಳ ಸಾಲಿನಲ್ಲಿ ಒಂದು ಕಾರ್ಯಕ್ರಮವಾಗಿದೆ ಇವತ್ತು ಈ ನೂತನ ಕಚೇರಿಯ ಉದ್ಘಾಟನೆ. ನಮ್ಮ ಯೋಜನೆಗಳು ತ್ವರಿತಗತಿಯಲ್ಲಿ ಮುಂದುವರಿಯುವ, ಅದು ಮತ್ತಷ್ಟು ಪರಿಣಾಮಕಾರಿಯಾಗಿ ನಡೆಸುವ ಇರಾದೆಯೊಂದಿಗೆ ನಮ್ಮ ಆಸ್ಥಾನ ತಲೆ ಎತ್ತಲಿರುವ ಕಣ್ಣೂರಿನ ಸಮೀಪವೇ ಈ ಕಚೇರಿಯನ್ನು ಇವತ್ತು ಉದ್ಘಾಟನೆಗೊಂಡಿದೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ತಮಗೆಲ್ಲರಿಗೂ ಪತ್ರಿಕೆಗಳ ಮೂಲಕ ಮತ್ತು ನಮ್ಮ ಮುಅಲ್ಲಿಮ್ ಮಿತ್ರರ ಮೂಲಕ ತಿಳಿದುಕೊಂಡಂತೆ ಬೇರೆ ಯಾವುದೇ ಶಿಕ್ಷಕ ವೃಂದಗಳು ಕರ್ನಾಟಕದಲ್ಲಿ ಹಲವಾರು ಶಿಕ್ಷಣ ಸಂಸ್ಥೆಯ ಅಥವಾ ಶಿಕ್ಷಕರ ಸಂಸ್ಥೆಗಳಿವೆ, ಸಂಘಟನೆಗಳಿವೆ. ಅದೆಲ್ಲಕ್ಕಿಂತಲೂ ಅತ್ಯುತ್ತಮವಾದ ರೀತಿಯಲ್ಲಿ SCDC ಹಮ್ಮಿಕೊಂಡಂತಹ ಕಾರ್ಯಕ್ರಮಗಳ ಒಂದು ಲೀಸ್ಟ್ ಅನ್ನು ನೀವು ನೋಡಿದರೆ 15 ಅಂಶ ಕಾರ್ಯಕ್ರಮಗಳು ತುಂಬಾ ಪ್ರಯೋಜನಕಾರಿ. ಕೇವಲ ಶಿಕ್ಷಕರ ಅಭಿವೃದ್ಧಿಯನ್ನು ಮಾತ್ರ ಗಮನ ಹರಿಸದೆ ವಿದ್ಯಾರ್ಥಿಗಳ, ಪೋಷಕರ, ಸಮಸ್ತ ಸಮುದಾಯ ಬಾಂಧವರ, ಕಷ್ಟ ಕಾರ್ಪಣ್ಯಗಳಲ್ಲಿರುವ ಎಲ್ಲ ವಿಭಾಗದ ಜನರ ಕಲ್ಯಾಣವನ್ನು, ಅಭಿವೃದ್ಧಿಯನ್ನು ಗಮನದಲ್ಲಿರಿಸಿಕೊಂಡು ಆಯೋಜಿಸಲಾದಂತಹ ಯೋಜನೆಗಳಾಗಿವೆ 15 ಅಂಶ ಕಾರ್ಯಕ್ರಮಗಳು. ಕಳೆದ ಡಿಸೆಂಬರ್ನಿಂದ ಪ್ರಾರಂಭಗೊಂಡು ನವೆಂಬರ್ 13ರ ತನಕ ಕರ್ನಾಟಕ ರಾಜ್ಯಾದ್ಯಂತ ನಡೆಸಲ್ಪಡುವ ಕಾರ್ಯಕ್ರಮಗಳು ಖಂಡಿತವಾಗಿಯೂ ಮತ್ತಷ್ಟು ತ್ವರಿತಗತಿಯಲ್ಲಿ ಮುಂದುವರಿದು ಮತ್ತಷ್ಟು ಪರಿಣಾಮಕಾರಿಯಾಗಿ ಅದನ್ನು ಮುಂದುವರಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಇವತ್ತು ಅದಕ್ಕೆ ಒಂದು ಸ್ಫೂರ್ತಿಯನ್ನು ನೀಡುವ ಸುಲ್ತಾನುಲ್ ಉಲಮಾ AP ಉಸ್ತಾದರವರು ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ಕಚೇರಿ ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡುವ ಮೂಲಕ ಅದಕ್ಕೆ ಹೊಸ ಚಾಲನೆಯನ್ನು ನೀಡಲಿರುವರು. ನಮ್ಮೆಲ್ಲ ಉಲಮಾ ಸಾದಾತುಗಳ ಸಾರಥ್ಯವು ನಮ್ಮೊಂದಿಗಿದೆ. ಸಮಸ್ತ ಕರ್ನಾಟಕದ ಹನಫಿ, ಶಾಫಿ ಉಲಮಾ ಉಮರಾಗಳು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನಾವು ಡಿಸೆಂಬರ್ 13ರಂದು ನವೆಂಬರ್ 13ಕ್ಕೆ ಈ ಕಾರ್ಯಕ್ರಮ ಸಮಾರೋಪಗೊಳ್ಳುವಾಗ ಕರ್ನಾಟಕದ ಇತಿಹಾಸದಲ್ಲಿ ಯಾವತ್ತೂ ಕೂಡ ಮರೆಯಲಾರದ ಒಂದು ಐತಿಹಾಸಿಕವಾದ ಒಂದು ಘಟನೆಯಾಗಿ, ಒಂದು ಐತಿಹಾಸಿಕೆಯಾಗಿ ಮಾರ್ಪಡಲಿದೆ. ಇದರ ಪ್ರಚಾರ, ಇದರ ಜನ ಮನಸ್ಸಿಗೆ ತಲುಪಿಸುವಂತಹ ಜವಾಬ್ದಾರಿ ಮುಅಲ್ಲಿಮರಿಗೆ ಮಾತ್ರಲ್ಲ, ನಮ್ಮೆಲ್ಲ ಸುನ್ನಿ ಕುಟುಂಬಗಳಿಗಿದೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಇದರ ನೈಜ ಖಾದಿಮಿಗಳಾದ SCDCನ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳು, ಕಾರ್ಯಕರ್ತರಿಗೆ ಹುಮ್ಮಸ್ಸು ಮತ್ತು ಉತ್ತೇಜನ ಮತ್ತು ಶಕ್ತಿ ಎಲ್ಲವನ್ನು ಅಲ್ಲಾಹು ತುಂಬಿಸಿಕೊಡಲಿ ಅಂತ ಪ್ರಾರ್ಥಿಸುತ್ತಾ, ನಮ್ಮೆಲ್ಲ ನಾಯಕರು ಕೂಡ ಅವರವರ ಅಭಿಪ್ರಾಯ ಹಂಚಿಕೆಯ ಸಮಯವಾದ್ದರಿಂದ ಎಲ್ಲರಿಗೂ ಅವಕಾಶವನ್ನು ನೀಡಬೇಕಾಗಿದೆ. ವಾಖಿರು ದಅವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഉസ്താദുകളുടെ അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ മുമ്പിൽ രാജ്യ വഖഫ് ബോർഡ് നിർദ്ദേശക ഷാഫി സാഹിബ് ആദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വേദിക്കൽ അസീറായ ബഹുമാനപ്പെട്ട ബഹുമാന്യരായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, മാനു ഉസ്താദ്, കാജൂർ തങ്ങൾ, അബൂ സുഫിയാൻ ഉസ്താദ്, എല്ലാ നായಕರುಗಳು, ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ನ ರಾಜ್ಯ ಜಿಲ್ಲಾ ನಾಯಕರು, ಸುದೀರ್ಘವಾದ ಮಾತನಾಡಲು ಸಮಯವಿಲ್ಲ.
ಬಹಮಾನ್ಯರಾದ ಸುಲ್ತಾನ್ ಉಲಮಾ ಎಪಿ ಉಸ್ತಾದರವರು ಕೆಲವು ನಿಮಿಷಗಳಲ್ಲಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಲಿದ್ದಾರೆ. ತುಂಬಾ ಸಂತೋಷವಾಗ್ತಾ ಇದೆ. ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ನ ಒಂದು ಕಚೇರಿಯಲ್ಲಿ ಉದ್ಘಾಟನೆಗೊಳ್ಳಲಿದೆ. ಅಲ್ಲಾಹನು ಎಲ್ಲ ವಿಧ ಬರಕತ ಸಮೃದ್ಧಿ ನೀಡಿ ಅನುಗ್ರಹಿಸಲಿ. ಅದರೊಟ್ಟಿಗೆ ജമിയത്തുൽ ഉലമാ കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റും നമ്മുടെ ആത്മീയ നേതാവുമായ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. SCDCയുടെ എല്ലാവിധ സ്വാഗതങ്ങൾ ಅರ್ಪಿക്കുന്നു. ಎರಡು ವಿಚಾರ ನಮ್ಮ SCDC ನಾಯಕರೊಂದಿಗೆ ಇರಲಿಕ್ಕಿದೆ. ಒಂದನೇದು, ಕಳೆದ ಬಜೆಟ್ನಲ್ಲಿ ಸಿದ್ದರಾಮಯ್ಯ ಅವರು 50 ಕೋಟಿ ರೂಪಾಯಿ ಮದ್ರಸಾ ಮೋಡಿಫಿಕೇಶನ್, ಮದ್ರಸವನ್ನು ಆಧುನೀಕರಿಸಲು 50 ಕೋಟಿ ರೂಪಾಯಿಯನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ಇದು ಮೊನ್ನೆ ಎಲ್ಲ ಮುಸ್ಲಿಂ ನಾಯಕರನ್ನು ಕರೆಸಿ ಒಂದು ಸಭೆ ನಡೆಸಲಾಯಿತು. ಮಾನ್ಯ ಕಮರುಲ್ ಇಸ್ಲಾಂ ಅವರು ಅದರ ಕನ್ಸರ್ನ್ ಮಿನಿಸ್ಟ್ರು. ಆಗ ನಾನು ಹೇಳಿದೆ, ನಮ್ಮ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಮತ್ತು ಇನ್ನಿತರ ಕಡೆಗಳಲ್ಲಿ ಸಾವಿರಾರು ಮದ್ರಸಗಳು ಕಾರ್ಯಾಚರಿಸ್ತಾ ಇದೆ, ಅದನ್ನು ಹೇಗೆ ಇದರಲ್ಲಿ ಒಳಪಡಿಸಬಹುದು ಎಂಬ ಚರ್ಚೆಯು ನಡೆದಿದೆ. ಅದಕ್ಕೆ ಅವರು ಒಂದು ತಿಂಗಳ ನಂತರ ಮತ್ತೊಂದು ಮೀಟಿಂಗ್ ಕರೆಯಬೇಕು, ಎಲ್ಲ ನಾಯಕರನ್ನು ಅಲ್ಲಿ ಕರೆಸಿ ಈ 50 ಕೋಟಿ ರೂಪಾಯಿಯನ್ನು ಹೇಗೆ ವಿನಿಯೋಗಿಸಬೇಕು ಎಂಬ ಚರ್ಚೆಗಳು ನಡೆಯುತ್ತಾ ಇದೆ. ಆದ್ದರಿಂದ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ SCDC ನಿಮ್ಮ ಈ ಮುಅಲ್ಲಿಮೀನ್ ಸಂಘ ಕುಟುಂಬ ಇದಕ್ಕೆ ಬೇಕಾದಂತಹ ಎಲ್ಲಾ ಕೆಲಸಗಳನ್ನು ಮಾಡಬೇಕಾಗಿದೆ. ಯಾವುದೆಲ್ಲ ಅಭಿಪ್ರಾಯ ನಿಮ್ಮ ಕೆಲಸಗಳಿಗೆ ನಮ್ಮಿಂದ ಮಾಡಬೇಕಾದಂತ ಖಿದ್ಮತ್ಗಳಿದ್ದರೆ ಇನ್ಶಾ ಅಲ್ಲಾ ನಿಮ್ಮೊಂದಿಗೆ ಎಲ್ಲಾ ಸಂದರ್ಭದಲ್ಲೂ ನಾವಿರ್ತೇವೆ. 50 ಕೋಟಿ ರೂಪಾಯಿ ಅದು ಎಲ್ಲೋ ಯಾವುದೋ ಸಾಧಾರಣ ಸರ್ಕಾರದ ಅನುದಾನಗಳು ಪೋಲಾಗುವ ರೀತಿಯಲ್ಲಿ ಪೋಲಾಗಬಾರದು. ಆದ್ದರಿಂದ ಅದನ್ನು ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ನೀವು ಉಪಯೋಗ ಪಡಿಸಬೇಕು. ಅದರೊಟ್ಟಿಗೆ ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ, ಕಳೆದ 10 ವರ್ಷಗಳಿಂದ ಮುಂಚೆ ಕರ್ನಾಟಕದಲ್ಲಿ ಮದ್ರಸಾ ಕಮಿಟಿ ಎಂಬುದು ಒಂದು ಅಧಿಕೃತ ಸಮಿತಿ ಇತ್ತು. ಅದರಲ್ಲಿ 5 ನಾಮನಿರ್ದೇಶಿತ ಸದಸ್ಯರುಗಳು ಇರ್ತಾರೆ. ಸರ್ಕಾರನೇ ಅದು ನಾಮನಿರ್ದೇಶಿತ ಅದನ್ನು ನಾಮಿನೇಟ್ ಮಾಡ್ತದೆ. ಆ ಸಮಿತಿಯಲ್ಲೂ ನಮ್ಮ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ನ ಒಬ್ಬ ನಾಯಕರು, ಅದರ ಪ್ರತಿನಿಧಿ ಅಲ್ಲಿರಬೇಕಾಗಿದೆ. ಅದು ಕಳೆದ ಬಿಜೆಪಿ ಸರ್ಕಾರದ ಬಂದಾಗ ಆ ಸಮಿತಿ ಸ್ವಲ್ಪ ಅದು ನಿಷ್ಕ್ರಿಯವಾಗಿತ್ತು. ಈಗ ಅದರ ಚರ್ಚೆಗಳು ನಡೆಯುತ್ತಾ ಇದೆ. ಆದ್ದರಿಂದ 2 ವಿಚಾರಗಳು ನಮ್ಮ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ನ ನಾಯಕರು, ಅದರ ಬಗ್ಗೆ ನಮ್ಮ SCDC ನಾಯಕರು ಗಮನ ಕೊಟ್ಟು ನೀವು ಅದಕ್ಕೆ ಬೇಕಾದಂತಹ ಎಲ್ಲಾ ಕೆಲಸಗಳನ್ನು ಮಾಡಬೇಕಾಗಿದೆ. ಅದರೊಟ್ಟಿಗೆ ಕರ್ನಾಟಕ ರಾಜ್ಯ SSFನ ಎಲ್ಲಾ ವಿಧ ಶುಭಾಶಯಗಳು ನಿಮ್ಮ ಈ ಸಂಘ ಕುಟುಂಬಕ್ಕೆ, SCDCಯ ಈ ನೂತನ ಕಚೇರಿಯ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಕ್ಕೆ ಹಾಗೂ ನಿಮ್ಮೆಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಕರ್ನಾಟಕ ರಾಜ್ಯ SSF ಸದಾ ನಿಮ್ಮೊಂದಿಗೆ ಇರುತ್ತದೆ. ಎಲ್ಲಾ ವಿಧ ಶುಭಾಶಯಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ವಾಖಿರು ದಅವಾನಾ ಅನಿಲ್ ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ബഹുമാനപ്പെട്ട ഷാഫി സയ്യിദ് അവർക്ക് അഭിനന്ദന. ഇനി നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട സുന്നി കോർഡിനേഷൻ ചെയർമാനും നമ്മുടെ ആത്മീയ നേതാവുമായ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ ആദ്യം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد.
إنما بعثت معلما صدق رسول الله. സാദാത്തുക്കളെ, ആലിമീങ്ങളെ, മുഅല്ലിം സഹോദരന്മാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസ് ഉദ്ഘാടനത്തിനാണ്. അതിനായി നമ്മൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകളെയാണ്. കർണാടക യാത്രയുടെ അവസാന ദിവസം CM ഇബ്രാഹിം പ്രസംഗിച്ച രൂപത്തിൽ നമ്മളെല്ലാം ഒരു നേതാവിനെ അംഗീകരിക്കുന്നവരാണ്. നേതാവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം ആണ് ഉസ്താദ് എത്തുകയാണെങ്കിൽ നമ്മളിവിടെ കാക്കാൻ തയ്യാറാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. വേറെ ആരും ഈ നിരക്ക് അംഗീകരിക്കുന്നവരില്ല. അതുകൊണ്ട് ഞാൻ സംസാരം നീട്ടുന്നില്ല. നമ്മളുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. മുഅല്ലിമീങ്ങൾക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. മുഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഹബീബായ നബി പറഞ്ഞില്ല, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിക്കുന്നവരായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. അതാണ് ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിക്കുന്നവരായിട്ട് അയക്കപ്പെട്ടത് കൊണ്ടാണ് മുഅല്ലിമീങ്ങൾക്ക് അള്ളാഹു അത്ര സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇന്നത്തെ മുഅല്ലിമീങ്ങളും കുറച്ചു കാലം മുമ്പുള്ള മുഅല്ലിമീങ്ങളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് മുഅല്ലിമീങ്ങൾ അവരുടെ വേഷങ്ങൾ കണ്ടാൽ തലമറക്കാത്തവരായിരുന്നു. അധികവും തലമറക്കൂല, മുടി വെച്ചിട്ട് നടക്കും. കുറച്ചൊരു 10, 25, 30 കൊല്ലം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു നമ്മളെ കാഴ്ചയിൽ. നിങ്ങൾ പഴയ ആൾക്കാർക്കെല്ലാം അറിയൂ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ കാസർഗോഡ് വലിയ പരിപാടിക്ക് അരിക്കുഞ്ഞി ഉസ്താദും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായി. അപ്പോൾ അരിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞു, ബസ്മലാരെ കാണുന്നില്ലേ, അതാ എല്ലാവരും നല്ല തലയിൽ കെട്ടിയ ആൾക്കാർ, എല്ലാവരും മുതല്ലിമീങ്ങളാണെങ്കിൽ മുഅല്ലിമീങ്ങളാണെങ്കിൽ നല്ല തലയിൽ കെട്ടിയ ആൾ. അൽഹംദുലില്ലാഹ്, അരിക്കുഞ്ഞി ഉസ്താദ് സന്തോഷപ്രകാരം പറഞ്ഞു. അപ്പൊ അതാണ് നമ്മുടെ ഷിയാർ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്ന ഷിയാർ. ആ നിലക്ക് തന്നെ അതേ ഷിയാറിൽ നമ്മൾ ഉണ്ടാവണം. അത് കാലാവസാനം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മളെല്ലാ പ്രവർത്തനത്തിലും മുഅല്ലിമീങ്ങൾ ഒന്നിച്ചുകൂടി പ്രവർത്തിച്ചെങ്കിലേ എല്ലാം വിജയിക്കുള്ളൂ. നമ്മൾക്ക് വേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. ഒരു ജമാഅത്തിൽ നിന്നിട്ട് മുഅല്ലിമീങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തും സംഘടനപരമായി പഠിപ്പിക്കുന്ന സമയത്തും നല്ല ഇഖ്ലാസ് വേണം. ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ, വബിദാലിക ഉമിർതു ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാം അല്ലാഹുവിനാണ്. എൻ്റെ നിസ്കാരവും നോമ്പും മറ്റുള്ള എൻ്റെ മദ്രസ പഠിപ്പിക്കലും എൻ്റെ പൊതുപ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. എല്ലാം അല്ലാഹുവിന് മാത്രമാണുള്ള ഇഖ്ലാസോട് ഞാൻ കൽപ്പിക്കപ്പെട്ടു. ആ ഇഖ്ലാസാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾക്ക് അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾക്കെല്ലാം അല്ലാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ആഖിറത്തിന് വേണ്ടിയാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ഉസ്താദിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു. നമ്മുടെ വേദിയിലെ SYS കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുഞ്ഞി പാടിപ്പെട്ട ബഹുമാനപ്പെട്ടവർക്ക് ഈ SCDC വക സ്വാഗതം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നേതാക്കളും സഹപ്രവർത്തകരും മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട AP ഉസ്താദ് സെക്കൻഡ് ഉള്ളിലായിക്കൊണ്ട് എത്തുകയാണ്. എത്തിയ ഉടനെ നാം AP ഉസ്താദ് നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. AP ഉസ്താദിന്റെ കൂടെ നമ്മുടെ ഈ നേതൃത്വമാണ് ആദ്യം ഉസ്താദിന്റെ ബാക്കിൽ. അതിന്റെ ബാക്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉമറാൻ നേതാക്കളും അതിന്റെ ബാക്കിലായിക്കൊണ്ട് ഉസ്താദുമാരും നല്ല അച്ചടക്കത്തോടു കൂടി നല്ല ഭംഗിയോടുകൂടി ആരും തിരക്ക് കൂട്ടാതെ കണ്ട് ഏത് നേതാക്കൾക്കും ഒരു വശം വരാത്ത രൂപത്തിൽ നാം സഹകരിക്കണം. സുബ്ഹാനഹു വ തആല നമ്മുടെ നേതൃത്വത്തിനും നമ്മുടെ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ആശംസ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട
SYS സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി പാലിപ്പെട്ട ഏത് ഇതിൽ വിളിക്കൽ വേണ്ട രാജ്യ SSF പ്രധാന കാര്യദർശി ആശംസാ പ്രസംഗത്തിന് വേണ്ടി സാദിഖ് മലപട്ട് അവരുടെ ആദ്യം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ವೇದಿಕೆಯಲ್ಲಿರುವ ಸಾದಾತುಗಳೇ ಹಾಗೂ ವಿದ್ವಾಂಸರೇ ಹಾಗೂ ಸುನ್ನಿ ಸಂಘ ಕುಟುಂಬದ ನಾಯಕರೇ ಕಾರ್ಯಕರ್ತರೇ, ಸುನ್ನಿ ಎಜುಕೇಷನ್ ಡೆವಲಪ್ಮೆಂಟ್ ಆಫ್ ಕರ್ನಾಟಕ SEDC ಇದರ ಒಂದು ಅವಿಸ್ಮರಣೀಯವಾದಂತಹ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ನಾವಿದ್ದೇವೆ. SEDC ಸ್ಫಟಿಕ ಮಹೋತ್ಸವವನ್ನು ಆಚರಿಸುವಂತಹ ಈ ವರ್ಷದಲ್ಲೇ ನ್ಯಾಷನಲ್ ಹೈವೇಗೆ ಸ್ಫಟಿಕ ಮಹೋತ್ಸವದ ಈ ವರ್ಷದಲ್ಲೇ ನ್ಯಾಷನಲ್ ಹೈವೇಗೆ ತಾಗಿಕೊಂಡು ಒಂದು ಉತ್ತಮವಾದಂತಹ ಸುಸಜ್ಜಿತವಾದಂತಹ ಕಚೇರಿಯನ್ನು ಹೊಂದುವಂತಹ ಒಂದು ಕನಸು ಅಲ್ಲಾಹ್ ನಮಗೆ ಈಡೇರಿಸಿದ್ದಾನೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಮುಂದಿನ ದಿವಸಗಳಲ್ಲೂ ಕೂಡ ನಮ್ಮ ಜಮಿಯತುಲ್ ಉಲಮಾ ಅದೇ ರೀತಿ ಕೋಆರ್ಡಿನೇಷನ್ ಕಮಿಟಿಯ ಸಹಯೋಗದೊಂದಿಗೆ ಒಂದು ಉತ್ತಮವಾದಂತಹ ಆಸ್ಥಾನ ಸದ್ಯದಲ್ಲೇ ನಾವು ನಿರೀಕ್ಷೆಯಲ್ಲಿದ್ದೇವೆ. ಅಲ್ಲಾಹ್ ಆದಷ್ಟು ಶೀಘ್ರವಾಗಿ ಅದನ್ನು ನಮಗೆ ದಯಪಾಲಿಸಿಕೊಡಲಿ, ಆಮೀನ್ ಎನ್ನುವಂತಹ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ ಹಾಗೂ SEDCಯ ಈ ಒಂದು ಎಲ್ಲ ಕಾರ್ಯಚಟುವಟಿಕೆಗಳಲ್ಲಿ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ಫೆಡರೇಷನ್ನ ಸಕಲ ರೀತಿಯ ಬೆಂಬಲವು ಅದೇ ರೀತಿಯ ಎಲ್ಲಾ ರೀತಿಯ ಸಹಕಾರವನ್ನು ನೀಡುತ್ತೇವೆ ಎನ್ನುವಂತಹ ಭರವಸೆಯೊಂದಿಗೆ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ಫೆಡರೇಷನ್ ಆಯೋಜಿಸ್ತಾ ಇರುವ ಏಪ್ರಿಲ್ 1ರಿಂದ 30ರವರೆಗೆ ವಿವಿಧ ಡಿವಿಷನ್ ಕೇಂದ್ರಗಳಲ್ಲಿ ಆಯೋಜಿಸುತ್ತಿರುವಂತಹ ಡಿವಿಷನ್ ಕಾನ್ಫರೆನ್ಸ್ಗೂ ಅದೇ ರೀತಿ SSF ಆಯೋಜಿಸಿದಂತಹ ಭಯೋತ್ಪಾದನೆ ವಿರುದ್ಧ ಜಿಹಾದ್ ಎನ್ನುವಂತಹ ಕ್ಯಾಂಪೇನ್ಗೂ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಮೇ ತಿಂಗಳಲ್ಲಿ ವ್ಯಾಪಕವಾಗಿ ರಾಜ್ಯದಾದ್ಯಂತ ಅದರ ಸಂದೇಶ ಯಾತ್ರೆ ನಡೆಯಲಿಕ್ಕಿದೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್ನ ಎಲ್ಲ ನಾಯಕರ ಹಾಗೂ ಕಾರ್ಯಕರ್ತರ ಸಹಕಾರವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಕೋರುತ್ತಾ ಈ ಒಂದು ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಆಶಂಸೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ. ആശംസാ പ്രസംഗം നടത്തിയ SSF രാജ്യ സമിതി പ്രധാന കാര്യദർശി മലപട്ട് അവർക്ക് സാദിഖ് മലപട്ട് അവർക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ വേദിയിലെ ഈ മഹല്ലത്തിന്റെ കമ്മിറ്റി കോശാധികാരി റഫീഖ് അവர்களுണ്ട്. അദ്ദേഹത്തിന് SEDC വക 1000 സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മുമ്പില് ദക്ഷിണ കന്നഡ ജില്ലാ SSF പ്രസിഡന്റ് നാവൂർ യാക്കൂബ് സാഹിബ് അവരുടെ ആദ്യം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ജമിയത്തുൽ ഉലമാ രാജ്യാധ്യക്ഷരും SYS SSF ജമിയത്തുൽ മുഅല്ലിമീൻ SEDC സഹിതമുള്ള എല്ലാ സുന്നി സംഘടനയുടെ നേതാക്കന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ജമിയത്തുൽ മുഅല്ലിമീന്റെ അതിലും SEDCയുടെ വിശിഷ്ട യോജനകളുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ ഈ ഒരു കാര്യക്രമത്തിൽ നിങ്ങൾ എല്ലാവരും ഒട്ടുക ചേരിടാം. വലിയ സന്തോഷത്തോടു കൂടി ഇത്തരത്തിലുള്ള ബന്ദറിൽ കാര്യാചരണ ആക്കിക്കൊണ്ടിരുന്ന എനിക്ക് ഓഫീസിലെ എല്ലാ മുഅല്ലിം സുഹൃത്തുക്കളും അതുപോലെ തന്നെ മദ്രസ കാര്യചട്ടുവട്ടികകളുമായിട്ട് സമ്പൂർണമായിട്ട് സുലഭ ആവുടെ രൂപത്തിൽ നല്ലൊരു ഓഫീസിലെ ഇവിടെ ഉദ്ഘാടനം പാക്കോട്ടുണ്ട്. ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എപ്പോഴും അതിൽ കൂടിയോണ്ടും അതുപോലെ തന്നെ എല്ലാ സമയത്തും ഏത് വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാ സംഘടനയുടെ കാര്യകർത്തന്മാരും ഒട്ടുകു നിന്നിട്ട്
ജമിയത്തുൽ മുഅല്ലിമീന്റെ കാര്യങ്ങൾ വരുമ്പോൾ SSF ഇടങ്ങാം, SSFയുടെ കാര്യങ്ങൾ വരുമ്പോൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ SOSയുടെ കാര്യം വരുമ്പോൾ മത്തിനിത്തറ സംഘടന ഇടങ്ങാം. എല്ലാ സുന്നി സംഘടനകളും ഒട്ടുകൂടിയിട്ട് കാര്യാചരണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന് വലിയ ശക്തി, വലിയ സാമർഥ്യ, വലിയൊരു സംഘശക്തിയെ സൃഷ്ടിയാക്കുക സാധ്യമായിരുന്നു. മുഅല്ലിമീങ്ങൾ മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് മദ്രസത്തെ നിയന്ത്രണാക്രമിക്കത്തെ ആഡളിത സമിതികൾ, ആ ആഡളിത സമിതികളെല്ലാം ഒത്തുകൂടിയിട്ട് ഇന്ന് വലിയ സന്തോഷം എന്തിട്ട് ചെന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തിലെ എതിരാളികളായ ആളുമാൾ പലപ്പോഴും ഞങ്ങളെ ഉമറാ വർഗത്തെ അല്ലെങ്കിൽ ഞങ്ങളെ ആഡളിത സമിതിയിൽ നിന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ ബലവീശിട്ട് സുന്നത്ത് ജമാഅത്തിലെ വിരുദ്ധ ചട്ടുവട്ടികളെ തുടങ്ങിച്ചുകൊണ്ടുപോകുമ്പോൾ അങ്ങനെ എല്ലാവരെയും ഇതേ ആദർശത്തിൽ ഗട്ടിനിപ്പാട്ട് വേണമായിട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയും അത് വിവിധ ഭാഗങ്ങളായിട്ട് എല്ലാ ഉമറാകളെയും ഒട്ടുകൂടി സേർപ്പാട്ടാക്കിയിട്ടാവുമ്പോൾ സുന്നത്ത് ജമാഅത്തിലെ ആദർശത്തിൽ അങ്ങ് വലിയ ആവേശവും വലിയ ഇൻട്രസ്റ്റുമായിട്ട് ഇന്ത്യ എല്ലാ ഭാഗത്തിലും തൗഫീഖ് കൊണ്ട് ഈ സംഘടനകളെ മുഖാന്തര വലിയൊരു കൺട്രോൾ അല്ലെങ്കിൽ വലിയൊരു ഹിടിത്ത സാധനാക്കവും ഈ സമിതികൾ സാധ്യമായിരുന്നു. ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്തിനുണ്ട് ചെന്നെങ്കിൽ ഒരു ഭാഗത്ത് മുഅല്ലിമീങ്ങൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും ജമിയത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുമ്പോഴത്തേക്കും പ്രവർത്തകന്മാരായ മക്കളായ SSFയുടെ ബാലക്കാർ പിന്നൊരു ഭാഗത്ത് കഠിനാധ്വാനം ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തെയും പ്രവർത്തനം ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും അതിന്റെ ഫലമായിട്ട് ഇവിടെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ഭാഗത്തിൽ ജമിയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനത്തെ നല്ല കാര്യക്രമാക്കരുത്, പിന്നൊരു ഭാഗത്ത് SYS സാന്ത്വന കാര്യക്രമം നടത്തരുത്, SSFയുടെ സുന്നി ചട്ടുവടിക്ക നടത്തരുത്. ಅದಕ್ಕೆ ಎಲ್ಲಾತಗೂ ನಲ್ಲೊರು ನೇತೃತ್ವ കൊടുക്കണിക്കത്തെ ജമിയത്തുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ല കാര്യക്രമത്തെയും എല്ലാ കാര്യചಟುವಟಿಕೆಗಳെയും എല്ലാ സംഘ കാര്യാചരണകളെയും ആഖിറത്തിൽ ഉപകാരമുള്ള എനിക്കത്തെ പ്രവർത്തനമായി അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ചെന്നിട്ട് വലിയ സന്തോഷത്തോടൊപ്പിಗೆ ജമിയത്തുൽ മുഅല്ലിമീനിಗೆ ചൊമ്മ ബാധ്യತೆ ഉത്തരവാദിത്വമുള്ള ആറായിട്ട് പണ്ടെനിക്കത്തെ ഒരു കാലഘട്ടമായിട്ട് കിടിത് നാനാ ഭാഗത്തിലും ഞങ്ങളെ സമസ്യകള് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആൾമാർ ജോറായിട്ട് സുന്നത്ത് ജമാഅത്തിന് മേൽ അറ്റാക്ക് ആക്കുക വരുമ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാ വിഭാഗത്തെയും ആൾമാര് ഞങ്ങളുമേ കൺട്രോളിൽ നിപ്പാട്ടരുത്. ഞങ്ങൾ ബാധ്യತೆ ಹೊಣೆ ಜವಾಬ್ದಾರಿയുള്ള ആറായിട്ടുണ്ട്. ഈ നിട്ടിನಲ್ಲಿ നോക്കുമ്പോഴത്തേക്കും SEDC ഞങ്ങളെ കർണാടക രാജ്യ വ്യാപക വലിയ സന്തോഷത്തിൽ നല്ല മദ്രസത്തുകളിലെ നേതൃത്വവും അതിലെ വ്യവസ്ഥകളെല്ലാം കൽപ്പിച്ചുകൊണ്ടുണ്ട്. എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും SSFയുടെ ജില്ലാ സമിതിയുടെ പരമായിട്ട് അർപ്പണാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ മാത്രം ചെന്നപ്പോൾ പലക്കത്തെ നിപ്പാട്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് വലിയ സന്തോഷമായതുകൊണ്ട് എല്ലാ സാദാത്യങ്ങളും ആലിമീങ്ങളും എല്ലാം നിങ്ങൾ എത്തിയിട്ടുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും പറയട്ടെ. പിന്നെ ഞങ്ങളെ വേദികയ്ക്ക് ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ, അതേപോലെ ഞങ്ങളെ മാനാല മദ്രസത്തെ പ്രസിഡന്റ് സലാമക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. SAS എല്ലാവർക്കും ഞാൻ സ്വാഗതമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് പുറത്തേക്കോട്ടെ. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് ഒഴുക അവിടെ എത്ര കഴിഞ്ഞിട്ട് പിന്നെ KKM കാണിച്ചു ഇതാക്കി തുണക്കിട്ട് അതിനിടയ്ക്ക് നിങ്ങളെ SYS ദക്ഷിണ ജില്ലയുടെ പ്രധാന കാര്യദർശി മൂലൂർ സിദ്ദീഖ് സഖാഫി നിങ്ങൾ വിജയന്റെ പലക്കത്തിൽ നേരിട്ട് ഞാൻ നാളെ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ സാദാത്യങ്ങൾ, പ്രിയപ്പെട്ട ഉസ്താദന്മാർ, സഹപ്രവർത്തകർ, ഉമറ നേതാക്കൾ, വളരെ സന്തോഷകരമായ വിഷയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിപ്ലവമുണ്ടാക്കിയ നമ്മുടെ സംഘടനയാണ് SEDC. തീർച്ചയായിട്ടും അത്യാധുനികമായ ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ദീനി ബോധമുണ്ടാക്കാൻ വേണ്ടി അത്യാധുനിക ശൈലിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതിന് സംശയമില്ല. തീർത്തും നമ്മുടെ പ്രവർത്തനത്തിന് സൗകര്യം എന്ന നിലയ്ക്ക് ഈ ഹൈവേന്റെ അടുത്ത് തന്നെ വലിയൊരു ഓഫീസ് വരുന്നത് വളരെ സന്തുഷ്ടമായ വിഷയമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാവി തലമുറകളായ കുട്ടികളെ വളരെയധികം ദീനീ ചിട്ടയിൽ വളർത്താനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് SYSന്റെ വകയായി എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആശംസയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുന്നി ഫൈസിനെ ആദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ബഹുമാനിയ അക്കാബിൽമായ ജമ്മിത്തങ്ങളുടെ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് മാണിഷ് അബ്ബാസ് തുടങ്ങിയ തങ്ങന്മാർ എല്ലാം സുന്നിജമാഅത്തിന്റെ കർമ്മതിരായ പ്രവർത്തകർ നമ്മുടെ വലിയ സമയം ടൗൺ ഹാളിൽ നടക്കാൻ പോവുകയാണ്. അത് മഹത്തായ സമയം വിജയിപ്പിക്കുന്നമാരാകട്ടെ. അതിനു മുമ്പ് ഈ മഹത്തായ ഓഫീസ് അൽഹംദുലില്ലാഹ് തുടങ്ങി ഇൻഷാ അല്ലാഹ് ഇതിന്റെ കേന്ദ്രമായ ഹജ്ജാദികളുള്ള അടുത്ത സമയത്ത് അവിടെ നീങ്ങാനും സുന്നിജമാഅത്ത് ശക്തമായി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ SDC ഓഫീസ് ഉദ്ഘാടനം അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നെക്കിലാണ് ഉസ്താദ് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ചെറിയ പ്രവർത്തകരായിരുന്നു. ഇന്ന് വലിയ ശക്തമായി ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ഏറ്റവും വലിയ സംഘടനയായി SDC മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈ സംഘടനയെ നിലനിർത്തി തരുമാറാകട്ടെ. തങ്ങന്മാർ വലിയ ബഹുമാനമാർ ജമ്മിയത്തിനും ആധികാരിക സംഘടനയാണ്. അതിന്റെ എല്ലാമായ ബേക്കൽ ഉസ്താദിന്റെ പ്രസംഗം മറ്റും സുൽത്താൻ ഉലമ ഇൻഷാ അല്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ എല്ലാ ഓഫീസ് എല്ലാം അല്ലാഹു കമ്മ്യൂണിറ്റിയുടെ സ്വാരിയായ അമലായി നിലനിർത്തി തരുമാറാകട്ടെ. കർണാടകയിലെ ശക്തമായ സാബി സൈദി പറഞ്ഞ എല്ലാ മാലിന്യങ്ങൾക്കും വേണ്ടിയ അതിന്റെ സംഭവം മറ്റും എന്താകണം അതെല്ലാം വേണ്ടിയോട് അതിന്റെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുന്നി ജമ്മിയത്തിലെ ഈ കർണാടക മാത്രമല്ല ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ സുൽത്താനുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിന്റെ ഒരു ശാഖയാണ് ഞങ്ങളുടെ കർണാടക. അൽഹംദുലില്ലാഹ്. അല്ലാഹു ശക്തമായി മുന്നേറാൻ ഇവിടെ സുന്നത്ത് ജമാഅത്താണ് ദീൻ. അത് ശക്തമായി പ്രവർത്തിക്കാൻ അന്ന് കാലഘട്ടത്തിൽ വളരെ കമ്മി ആളായിരുന്നു. ഇന്ന് എല്ലാവരും പ്രവർത്തകരായി എല്ലാം എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. കർണാടകയിൽ നേരിടാൻ ഒരു സുനിക്ക് ഒരു മറ്റൊരു ആർക്കും സാധ്യമല്ല. നല്ല ആലിമിയ നേതൃത്വമാണ്. അല്ലാഹു വിജയിപ്പിച്ചതുമാരാകട്ടെ എന്ന എല്ലാ ആശംസകളും സംഘടനയ്ക്ക് നേരിട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിക്കയില് അൽമദീന ഏറ്റവും കന്നഡ ജനറൽ മാനേജർ ഖാദർ സഖാഫുണ്ട്. നൽകുന്ന SYS സ്വാഗതമുള്ള ഇനി ബഹുമാനപ്പെട്ട EP ഉസ്താദ് എത്തുന്നതിലേക്ക് EP ഉസ്താദ് ബർമത്തു അവിടെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ ആ കാറെല്ലാം ഒന്ന് തെല്ല് മാറ്റി വെച്ചെങ്കിൽ നല്ലുണ്ട്. ഉസ്താദ് ബന്നപുരത്തില് ഞങ്ങളതായ നേതാക്കളും അതിൽ പിന്നെ ഉമറ നേതാക്കളും അതേപോലെ ഞങ്ങളതായ പ്രവർത്തകന്മാർ ബാക്കിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് ആ സംരംഭത്തിൽ നിങ്ങൾ സാക്ഷിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പരിപാടി അല്ലാഹു ബർക്കത്തുള്ള പരിപാടി കൊടുത്തുമാറാകട്ടെ. ഇനി ഞങ്ങളെ മുന്നിൽ ആശംസാ പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട കാജർ തങ്ങളെ ആദ്യം ക്ഷണിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, സയ്യിദന്മാർ, പ്രവർത്തകന്മാർ, മുഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ കൂടലും പിരിയലും എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലും വളരെ ആവേശത്തിലുമാണ്. എല്ലാത്തിലും ഉപരി നേതാവായ സുൽത്താനുൽ ഉലമയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഈ മുഅല്ലിം സമൂഹത്തിന് ഇത്തരം വലിയ അന്തസ്സും അഭിമാനവും വാങ്ങിത്തന്ന വന്യരായ സുൽത്താനുൽ ഉലമയെ നമുക്ക് മറക്കാൻ കഴിയില്ല. അല്ലാഹു ആഫിയത്തോടുള്ള ആരോഗ്യം ഏറ്റമേറ്റം അല്ലാഹു നൽകുമാറാവട്ടെ. പവിത്രമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അതിന്റെ ഒരു അത്താണി എന്നോളം ഈ ഹൈവേയുടെ ഓരത്ത് ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് മുഅല്ലിമീങ്ങൾക്ക് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഓരോരോ മെമ്പർമാർക്കും വളരെ സന്തോഷമാണ്, ആഹ്ലാദമാണ്, ആവേശമാണ്. അല്ലാഹു ജല്ല ജലാലു ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ
ചെയ്ത് ഈ കർണാടക രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മദനീസ് അസോസിയേഷന്റെ സെൻട്രൽ കമ്മിറ്റിയുടെ വകയിൽ എല്ലാവർക്കും 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസാഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله. الله سبحانه وتعالى നാമീ ഒരുമിച്ച് കൂടിയത് പൊന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വലിയ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മരംഗത്ത് എല്ലാ സമയവും മുഅല്ലിമീങ്ങൾ അവർക്ക് ഒരു അഭയകേന്ദ്രം ഈ മംഗലാപുരത്ത് ഈ ഹൈവേയുടെ പരിസരത്ത് വരുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ്. ആലിമീങ്ങളും സാദാത്യങ്ങളും ഈ ഒരുമിച്ച് കൂടിയ ഈ വലിയ മജ്ലിസ് ഇത് എന്തുകൊണ്ടും അനുഗ്രഹീതമായ മജ്ലിസാണ്. വന്യരായ കാന്തപുരം ഉസ്താദ് ഈ സമുദായത്തിന് വേണ്ടി ഈ സമുദായത്തിലെ ഓരോ ഉസ്താദുമാർക്ക് വേണ്ടി അവരുടെ ഓരോ സ്ഥാനത്തിലെത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ സ്റ്റേറ്റിൽ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നേതൃത്വം തരുന്നത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പോലെ, മാണി ഉസ്താദിനെ പോലെ, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മഹാന്മാരാണ് നമുക്ക് നേതൃത്വം തരുന്നത്. ആ മഹാന്മാർ നമുക്ക് നേതൃത്വം തരുമ്പോൾ അതിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വളരെ ഐക്യത്തോടെ SSF-ലും SYS-ലും സുന്നി മാനേജ്മെന്റിലും എല്ലാത്തിലും ഐക്യത്തോടെ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ എല്ലാ പരിപാടിയുടെയും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവർക്ക് ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സൈനി ഉസ്താദിലേക്ക് നമ്മുടെ SCD സഭ 1000 സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഗോൾഡൻ ആചാർ അയാൾക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ ഈ മഹല്ലത്തെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഹാജി അവർകളും എത്തിയിട്ടുണ്ട്. അവർക്ക് ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ 52-34 ആ ഓമിനി അവിടുന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. പെട്ടെന്നായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ എത്തി. എല്ലാവരും ആരും അവിടുന്ന് ഇതാണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മീറ്റേക്ക് പോകേണ്ട. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തി അവിടുന്ന് ആ ഓമിനി മാറ്റേണ്ടതാണ്. بسم الله الرحمن الرحيم قل أعوذ برب الناس
من شر ما خلق ومن شر غاسق إذا وقب قل أعوذ برب الناس من شر الوسواس الذي اللهم صل وسلم آمين آمين الله عليك آمين انظر الى جميع امورنا في هذه يا ارحم الراحمين على خالق يا ارحم الراحمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت آمين انك اللهم على سيدنا محمد وآله السلام عليكم ورحمة الله CDC Sufi Education Development Committee of Karnataka ഇതിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത്. ഇത് 15 കൊല്ലമായി കർണാടക മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അതിനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് SEDC. അതിന്റെ 15ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 15 പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഘടന നമ്മുടെ കർണാടകയിലുള്ള മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി അതുപോലെ മദ്രസയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശമ്പളത്തിനും മറ്റും വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു കൊല്ലത്തിൽ 50 ലക്ഷത്തോളം വരുന്ന റിലീഫ് പ്രവർത്തനങ്ങളും മറ്റുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 15ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 15 പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇൽമു സെന്റർ എന്ന പേരിൽ നമ്മുടെ ഓഫീസ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇതിന്റെ സമാപനം സുൽത്താൻ ഉലമ ഉസ്താദ് പ്രഖ്യാപിക്കും. അതിന് എല്ലാവരും നിങ്ങളുടെ എല്ലാ പരിപാടികളും ഭാഗമുണ്ടാവണം. നമ്മുടെ 15 വർഷത്തിന്റെ ഭാഗമായി 15 പരിപാടിയിൽ കാലം പബ്ലിക്കേഷൻ എന്നുള്ള നമ്മുടെ പ്രസിദ്ധീകരണ വിഭാഗം 15 പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. 2 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പുസ്തകം ഇവിടെ പ്രസിദ്ധീകരണം പ്രകാശനം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മദ്രസകൾക്ക് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച 5 മദ്രസയുടെ ആളുകൾക്ക് ഉസ്താദിന്റെ കയ്യിൽ SEDC ഒരു ഉപഹാരം നൽകുകയാണ്. അതുപോലെ നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അതിന്റെ പ്രചരണത്തിനായി ഒരു ലാഭം കൂടി നമ്മുടെ കലാം പബ്ലിക്കേഷനുകളെ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി 2016 നവംബർ 13 മകനാവിൻ നെഹ്റുവിൽ കഴിഞ്ഞ സമാപനം ഉണ്ടാവുകയാണ്. എന്തെങ്കിലും അമീദാജി
പള്ളിയിലെ ബിൽഡിംഗ് പിന്നെ വാടക അവർ കൊടുക്കും. സാധാരണ 2000 രൂപയിലെ വാടക പള്ളികളാകുമ്പോൾ വാടക വേണമല്ലോ. ഉള്ളിൽ AC വെക്കാൻ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അയക്കണം. ഇതല്ല അറിയാം യാത്രാവിസ്മയ പുസ്തകം വിടുതല സമാരംഭം വന്നു. ഷെയ്ഖുന സുൽത്താനുള്ള എബി ഉസ്താദ് ഷേഖ് മാവലിക വിടുതലമാക്കാൻ അല്ലാഹു അക്ബർ. ഉസ്താദ് കടച്ചൂർ ഗ്രൂപ്പിന നിർദ്ദേശകരാದ ജനാബ് അബ്ദുൾ റഹ്മാൻ കടച്ചൂർ ಅವರಿಗೆ ನೀಡಿ വിടുതലമാക്കാൻ SCDCಯ ಸಮ್ಮೇಳನ ಪ್ರಚಾರದ ಬ್ಯಾಗನ್ನು ഷെയ്ഖുന സുൽത്താനുൽ ഉലമ മുംതാസിലെ 5 പ്രതിപാടി ഇബ്രിಗೂ ನೀಡಿ ಅದನ್ನು ಅಬ್ದುಲ್ ಹಮೀದ್ ಮರ್ಕಸ್ ಎಕ್ಸಲೆನ್ಸಿ ಕ್ಲಬ್ನ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಅಬ್ದುಲ್ ಹಮೀದ್ ಪಡೀಲ್ ಮೂವರಿಗೂ ನೀಡಿ ಪ್ರಕಾಶನ ಮಾಡ್ತಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಈ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಳ್ಳುತ್ತದೆ. ಇಲ್ಲಿ ಸಹಕಾರ ಇದು ಸಭ್ಯದ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮ ಇದೆ. ಸಂತ್ರಸ್ತ ಮದರಸದ ಪದಾಧಿಕಾರಿಗಳು ಒಂದು ಚೆಕ್ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. 5 ವರ್ಷ ಪಟ್ಟಣದ ಬೀಟಿಗೆ ಕನಕಮಜಲು ಗೋಲಿಯಾರು ഇവിടെ നമ്മുടെ കർണാടക 5 മദ്രസയുടെ വിഷയം വളരെയധികം കഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വാങ്ങിത്തരുകയും അതിനുവേണ്ടി ചെയ്തിട്ടുള്ള മദ്രസ ഭാരവാഹികൾക്ക് 1000 സംഭവിച്ചിട്ടുണ്ട്. ಗುಂಡುಗಲ್ಲ ವತಿಯಿಂದ ಅಬ್ದುಲ್ ಸಲಾಂ ಅವರಿಗೆ ಮಾತನಾಡು. ಕನಕಮಜಲ್ ಅಬ್ದುಲ್ ಹಮೀದ್ ಕನಕಮಜಲ್, ಶಬೀರ್ ಪಟ್ಟಣದ ಅಬ್ದುಲ್ ಲತೀಫ್ ಬೋಳಿಯಾ ಬೇಟಿಗೆ, ಶಬೀರ್ ಬೋಳಿಯಾ ಬೇಟಿಗೆ, ಶಬೀರ್ ವೀರರಾಜಿಯವರು ಇದಕ್ಕಾಗಿ ಬಹಳಷ್ಟು ವೀರರಾಜಿಯವರು ಬೀಟಿಗೆಯವರ ಪರವಾಗಿ ಚೆಕ್ಕನ್ನು ಸ್ವೀಕರಿಸಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್.